എൻ്റെ എല്ലാ മാന്യ കൂട്ടുകാർക്കും RJS ബ്ലോഗ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. മക്കളെ, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു കടുമാങ്ങയാണ്. അതായത് ചെറിയ കഷ്ണങ്ങളായിട്ട് മാങ്ങ അരിഞ്ഞ് അതിൽ പെട്ടെന്നുണ്ടാക്കാനായിട്ട് ഉള്ള ഒരു കടുമാങ്ങ. അത് ഞാനിവിടെ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് കാണിച്ചു തരാം. 5 ടീസ്പൂൺ മുളക് പൊടി, 1/2 കിലോ നാടൻ മാങ്ങ, അതായത് 2 മണിക്കൂർ മുമ്പ് പറിച്ചെടുത്ത മാങ്ങ. പിന്നെ 3 ടീസ്പൂൺ കടുക് പൊടി, ആവശ്യത്തിന് കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. പിന്നെ പ്രധാനമായി ഇതിൽ ചേർക്കുന്നത് നമ്മുടെ കായം വറുത്തുകോരിയ നല്ലെണ്ണ. ഈ നല്ലെണ്ണയിൽ കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടെ ഉണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അവസാനം ലാസ്റ്റ് ചേർക്കാനുള്ളത് ചൂടാക്കി തണുപ്പിച്ചെടുത്ത വിനീഗർ. ഇത്രയും സാധനം മതി. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. അതായത് പെട്ടെന്ന് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഈ 5 ടീസ്പൂൺ മുളക് പൊടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. അതിനുശേഷം നമുക്ക് പ്രധാനമായിട്ടുള്ള കടുക് പൊടി, അതായത് 3 ടീസ്പൂൺ കടുക് പൊടി. അതിനുശേഷം നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഒരു കഷ്ണം പൊടിച്ചെടുത്തതാണ്. അതിനുശേഷം നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഇളക്കാം. മുളക് വെറും പച്ച മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനാണ്. അതിനുശേഷം നമുക്കതിൽ പ്രധാനമായിട്ടുള്ള നല്ലെണ്ണയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒഴിച്ചു. എല്ലാം ചൂടാക്കി തണുപ്പിച്ചതാണ്. എന്നിട്ട് അത് നമുക്ക് നല്ലവണ്ണം ഇളക്കി വയ്ക്കും. ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ രുചി എങ്ങനെയാണെന്നൊന്ന് നോക്കട്ടെ. ഉപ്പും എല്ലാം കണക്ക് തന്നെ നോക്കട്ടെ. ഇതിൽ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല രുചിയുണ്ട്. ഈ എളുപ്പത്തിലുണ്ടാക്കുന്ന കടുമാങ്ങ അച്ചാർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത കാലഘട്ടത്തിൽ തന്നെ കണ്ടുമുട്ടാം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി, നമസ്കാരം.